ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ടേം അറിയാം. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പല ആളുകളും ചെയ്യുന്നുണ്ട് ബിസിനസ്സിന് വേണ്ടി. എന്നാൽ കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടോ ശരിയായിട്ടുള്ള ലീഡ്സ് കിട്ടുന്നില്ല എന്നുള്ളത് പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിനായിട്ട് നമുക്കറിയാം പലതരത്തിലുള്ള കോഴ്സസ് ആളുകൾ വാങ്ങി പഠിക്കുന്നു. എന്നാൽ അതിന് ഉതകുന്ന രീതിയിലുള്ള റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. ഭൂരിപക്ഷം ആളുകൾക്കും, വളരെ ചുരുക്കം ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നു, അല്ലേ? ഫേസ്ബുക്ക് പരസ്യം ചെയ്തിട്ട് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ പരസ്യം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കസ്റ്റമേഴ്സ് അല്ല വരുന്നത്. ഇങ്ങനെ പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ലീഡ്സ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു വേ ആണ്. എന്നാൽ അതിനെ നർച്ചർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇതാണ് ഇതിനകത്ത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗെയിം. ഇതിലാണ് എല്ലാവരും പരാജയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് എന്ന് നോക്കാം. ഈ 2022 ട്രെൻഡ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്. അതായത് ഫേസ്ബുക്കിൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് VIP ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രോഡക്ട്സുകളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇതാണ് വരാൻ പോകുന്ന ഈ ഒരു 2022 കാലഘട്ടങ്ങളിൽ മുതൽ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്തിന് സഹായിക്കുക ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ്. 2, യൂട്യൂബിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും അതവിടെ കിടന്നുള്ളൂ, എങ്ങോട്ടും പോകുന്നില്ല. അതുകൂടാതെ നിങ്ങൾക്ക് പണം മുടക്കേണ്ട കാര്യമില്ല, ശരിയല്ലേ? യൂട്യൂബിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ വരുമാനം സമ്പാദിക്കുന്നു. അതുപോലെ അവരുടെ പ്രോഡക്ട്സുകൾ ഡയറക്റ്റ് സെല്ല് ചെയ്യുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു മേഖലയാണ് യൂട്യൂബ്. അതുപോലെ യൂട്യൂബ് അഡ്വർടൈസ്മെൻറ്റ്. നെക്സ്റ്റ്, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ സാധ്യത എത്രമാത്രം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 ഫേസ്ബുക്ക്, 2 യൂട്യൂബ്, 3 ടെലിഗ്രാം, 4 എന്ന് പറയുന്നത് പോഡ്കാസ്റ്റ് ഒരുപക്ഷെ മലയാളിക്ക് അത്ര പരിചിതമില്ലായിരിക്കും. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഇപ്പം നടക്കാൻ ഇറങ്ങുമ്പോഴാണെങ്കിലും കിടക്കുമ്പോഴും മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും എക്സർസൈസ് ചെയ്യുമ്പോഴും എല്ലാവരും എന്തെങ്കിലും ഒരു പാട്ടുകൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിയോ ക്ലിപ്സുകൾ കേൾക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഓഡിയോയുടെ ഒരു കടന്നുകയറ്റം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ആകാശവാണി, അല്ലേ, അതുപോലെ FM ഒക്കെ ദിനം പ്രതി പലതരത്തിലുള്ള ചാനലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരാൻ പോകുന്ന കാലഘട്ടം വോയിസ് സെർച്ചിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പോഡ്കാസ്റ്റിലൂടെ. എങ്ങനെയാണ് ഒരു പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ബേസ്ഡ് ഓൺ യുവർ ബ്രാൻഡ്. നെക്സ്റ്റ് പോയിൻ്റ്, വാട്സപ്പ് ഗ്രൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നർച്ചർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു 5 പോയിൻറ്റ്സ് പറഞ്ഞു. എന്താണ്? 1, ഫേസ്ബുക്ക് VIP ഗ്രൂപ്പ്, യൂട്യൂബ് വീഡിയോസ്, പോഡ്കാസ്റ്റ്, അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പ്, അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ്. ഇത് ഒരുപക്ഷെ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയായിരിക്കും. പക്ഷേ ഇതിനെ എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ലീഡ്സിനെ കൺവേർട്ട് ചെയ്ത് കസ്റ്റമറാക്കി മാറ്റുന്നത്? ഇവിടെയാണ് എല്ലാവരും പരാജയപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ലീഡ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഫേസ്ബുക്കിൽ പരസ്യത്തിലൂടെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പരസ്യം ഡെയിലി ബേസിസിൽ ഫേസ്ബുക്ക് പരസ്യം ചെയ്യാം. അതുപോലെ യൂട്യൂബ് പരസ്യം ചെയ്യാം, അതുപോലെ ഗൂഗിൾ പരസ്യം ചെയ്യാം. എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് പരസ്യം ചെയ്യാം. എന്നാൽ പരസ്യം ചെയ്യുന്ന ആ ഒരു ലീഡ്സിനെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ? ഒരുപക്ഷെ ടെലികോളറെ വെച്ച് നിങ്ങൾ വിളിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് മെസ്സേജസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ബ്രാൻഡിനെക്കുറിച്ച് ഒരു വ്യക്തി ഒരു തവണ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങത്തില്ല. മൾട്ടിപ്പിൾ ടൈംസ് കണ്ടിന്യൂസ്ലി ഒരു ഫോളോ അപ്പ്
ബേസിൽ, അതായത് അയാളെ റിമൈൻഡ് ചെയ്യുന്ന രീതിയിൽ, കൃത്യമായിട്ട് അയാളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ അയാളുമായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ ആ ലീഡ് കസ്റ്റമറായി മാറുകയുള്ളൂ. അതെങ്ങനെയാണ് സാധിക്കുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ? ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്നു. ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് കസ്റ്റമറുടെ ഡാറ്റാസ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഓരോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റാസ് കളക്ട് ചെയ്തതിന് ശേഷം ജോയിൻ അവർ ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ലിങ്ക് അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനങ്ങനെയാണ് എൻ്റെ പരസ്യം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലീഡ് ജനറേറ്റ് ചെയ്തതിന് ശേഷം നേരെ ആളുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വന്ന് നമ്മുടെ ഫേസ്ബുക്ക് പ്രൈവറ്റ് ഗ്രൂപ്പിൽ വന്ന് അവർ വന്ന് ലാൻഡ് ചെയ്യും. ഇപ്പോൾ ഫേസ്ബുക്ക് പ്രൈവറ്റ് ഗ്രൂപ്പിൻ്റെ നമ്പേഴ്സ് എണ്ണം കൂടിക്കൊണ്ടിരിക്കും, ആളുകൾ വന്നുകൊണ്ടിരിക്കും. ദിനം പ്രതി നിങ്ങൾ പരസ്യം ചെയ്യുന്നതനുസരിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കും. അതുകൂടാതെ നിങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസിൻ്റെയും താഴെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെയും ടെലിഗ്രാം പ്രൈവറ്റ് ഗ്രൂപ്പിൻ്റെയും ലിങ്കുകൾ ഷെയർ ചെയ്യുക. ഇനി വാട്സപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക. എന്നാലും ഒരു കാരണവശാലും നിങ്ങൾ മുടക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യമാണ്. ഒന്ന് ടെലിഗ്രാം, രണ്ട് ഫേസ്ബുക്ക് പ്രൈവറ്റ് ഗ്രൂപ്പ്. ഇതിൻ്റെ ഈ രണ്ട് ഗ്രൂപ്പുകളിലും ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ആഡ് ചെയ്യുക. അവിടെ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ആഡ് ചെയ്യുക. അതുകൂടാതെ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ ആളുകളെ റീഡയറക്റ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് സ്ഥലങ്ങളിലേക്കാണ്. അപ്പം എന്തുകൊണ്ടാണ് ടെലിഗ്രാം സെലക്ട് ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്? ആളുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഫേസ്ബുക്കാണ്. അതുകൂടാതെ ടെലിഗ്രാമിൻ്റെ ഉപയോഗം കുറവായിരിക്കും, ഒരുപക്ഷെ വാട്സപ്പ് ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ വാട്സപ്പ് ആഡ് ചെയ്താലൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 അല്ല 256 പേരിൽ കൂടുതൽ വാട്സപ്പ് സ്പേസ് ഇല്ല, അല്ല ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല. അതേസമയം ടെലിഗ്രാമിലാണെങ്കിൽ 10,000 ആളുകളെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ചാനലിൽ വന്ന് ലാൻഡ് ചെയ്തോളും. അപ്പോൾ ഈ ടെലിഗ്രാം ഗ്രൂപ്പും അതുപോലെ ഫേസ്ബുക്ക് പ്രൈവറ്റ് ഗ്രൂപ്പും നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ആളുകളെ നിങ്ങളുടെ പ്രോഡക്റ്റ്സുകളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നിങ്ങൾക്കതിൽ മെസ്സേജും പോസ്റ്റുകളും എല്ലാം ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ 1000 പേരുണ്ട്, ഫേസ്ബുക്ക് പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഒരു 1000 പേരുണ്ട്. ഡെയിലി ബേസിസ് നിങ്ങൾ 3 ടൈംസ് നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങളുടെ ബ്രാൻഡ് അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടും സർവീസുമായിട്ട് ബന്ധപ്പെട്ടും പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങൾ കണ്ടിന്യൂസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയായാലും ഒരു 20% അല്ലെ 20-40% ആളുകൾ ഇത് നോക്കും, ഇത് കാണും. എന്ത് കാണും? നിങ്ങളുടെ പോസ്റ്റുകളും നിങ്ങളുടെ ഇമേജസും എല്ലാം കാണും. അപ്പോൾ ഡെയിലി ബേസിസിൽ ഇവർ ഇത് ഒരുപക്ഷെ റാൻഡമായിട്ടായിരിക്കും ഇവർ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അവർ അംഗമാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ അവർക്ക് വരും. അതുകൂടെ ടെലിഗ്രാമിലാണെങ്കിലും ഒരു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടെലിഗ്രാമിൽ അത് കാണാനായിട്ട് സാധിക്കും. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആ ബെല്ലൈക്കൻ്റെ മുകളിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും പല കണ്ടിന്യൂസ് ദിവസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തി ശ്രദ്ധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമേജ്, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഒരു ഇമേജ് അവരുടെ മനസ്സിൽ പതിഞ്ഞു. വീണ്ടും ഒരുപക്ഷെ ഒരു നെക്സ്റ്റ് ഡേയിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലോ ആയിരിക്കും ഒരുപക്ഷെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നത്. മിക്കവാറും ആളുകൾ ഡെയിലി ബേസിൽ ഓപ്പൺ ചെയ്യും. കണ്ടിന്യൂ ബേസിസിൽ ഇവർ നിങ്ങളുടെ ഇമേജ് കാണാനിടയാവും. അങ്ങനെയാണ് നിങ്ങളുടെ ബ്രാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ അയാൾക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് ആയിരിക്കാം, പക്ഷേ കണ്ടിന്യൂസ് ഇയാൾ കാണുമ്പോൾ ഇയാളുടെ മെമ്മറിയിൽ ഇമേജസ് നിങ്ങൾ ഷെയർ ചെയ്യുന്ന നിങ്ങളുടെ പ്രോഡക്ട്സിൻ്റെയോ നിങ്ങളുടെ സർവീസിൻ്റെയോ ഇമേജ് ഓട്ടോമാറ്റിക്കലി അയാളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. അയാൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പ്രോഡക്റ്റുകളോ സർവീസോ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അയാൾക്ക് സ്ട്രൈക്ക് ചെയ്യും. ഞാനിത് ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അയാൾ ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ ലീഡ് കസ്റ്റമറായിട്ട് മാറാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ വെറുതെ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടോ കുറച്ച് കസ്റ്റമേഴ്സിനെ ടെലികോളറിനെ വെച്ച് വിളിച്ചുകൊണ്ടോ കാര്യമില്ല. കണ്ടിന്യൂസ് ഒരു ആളുകളെ നെർച്ചർ ചെയ്യുക എന്ന് പറയും, ലീഡ്സ് നെർച്ചർ ചെയ്യുക. അതൊരു പ്രോസസ്സാണ്. എന്താണ്? ടെലിഗ്രാം ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസ്, ഫേസ്ബുക്ക് പേജ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പിലൂടെ കസ്റ്റമേഴ്സ് റൺ ചെയ്യും. അവരെപ്പോഴെങ്കിലും നിങ്ങളുടെ ഇമേജോ സർവീസോ കാണാനിടയാം. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് അവർ കണക്റ്റഡ് ആവും. അങ്ങനെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പോലും ആ ഒരു ലീഡ്സിനെ കസ്റ്റമറാക്കി കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. അല്ലാതെ വെറുതെ പരസ്യം ചെയ്തുകൊണ്ട് കാര്യമില്ല. പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ പണം വാങ്ങുന്നത് ഫേസ്ബുക്കാണ് പരസ്യത്തിന് വേണ്ടിയിട്ട്.
കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ധാരാളം പൈസ നിങ്ങൾക്ക് പോകുന്നതല്ലാതെ ലീഡ് കൺവേർട്ടർ ആകത്തില്ല. ഒറ്റത്തവണ ഒരാൾ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് കസ്റ്റമറായി മാറുകയില്ല. പലതവണ നിങ്ങളുടെ പ്രോഡക്ട്സിൻ്റെ ഇമേജോ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് അവർ കണ്ടിന്യൂസ് കേൾക്കാനും കാണാനും തയ്യാറായെങ്കിൽ മാത്രമേ ആ ഒരു ലീഡ് കസ്റ്റമറായി കൺവേർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിൽ ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ധാരാളം കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബ്രാൻഡിനെ തേടിയെത്തും. അങ്ങനെ നിങ്ങൾക്ക് വലിയ രീതിയിൽ ലാഭകരമായ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു.